മെത്രാൻ കായലിലെ നെൽകൃഷി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഭൂമാഫിയ കൊയ്ത്തിനെതിരെയും രംഗത്ത്. നെല്ല് കൊയ്യാനാകാതെ നശിക്കുന്നുവെന്ന പ്രചാരണം അഴിച്ചുവിട്ടാണ് മാഫിയ കൊയ്ത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം വ്യാജ പ്രചരണം വകവയ്ക്കാതെ വിളവെടുപ്പ് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് മെത്രാൻകായലിൽ കൃഷിയിറക്കിയത്. കൃഷിയിറക്കുവാനുള്ള നീക്കത്തിനെതിരെ ആദ്യം മുതൽ രംഗത്ത് നിന്നത് മേഖലയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ സ്ഥലം വാങ്ങിക്കൂട്ടിയ കമ്പനിയായിരുന്നു. മെത്രാൻകായലിൽ കൊയ്യാനാവാതെ നെല്ല് നശിക്കുന്നുവെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടാണ് കമ്പനി ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രചാരങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ് കൊയ്ത്തന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് കർഷകർ ഊർജിതമാക്കിയിരിക്കുന്നത്. തടസ്സങ്ങളില്ലാതെ മെത്രാൻകായലിൽ കൊയ്ത്ത് പൂർത്തിയാക്കുവാനുള്ള ക്രമീകരണങ്ങൾ കൃഷിവകുപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വിതച്ച 15 ഏക്കറിലെ കൊയ്ത്ത് പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാം ഘട്ട കൊയ്ത്ത് അടുത്ത ആഴ്ച ആരംഭിക്കും. ഇതിനായി 4 കൊയ്ത്തുമതി യന്ത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 8 വർഷം തരിച്ചു കിടന്ന പാടത്ത് ആദ്യമായിട്ടാണ് യന്ത്രമിറക്കി കൊയ്ത്ത് നടത്തുന്നത്. 320-ലധികം ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട്. അതിൽ ആദ്യം വിതച്ച 15 ഏക്കറോളം ഭാഗത്ത് വിളഞ്ഞു. അവിടെ നമ്മൾ കൊയ്ത് കഴിഞ്ഞു. അതിൽ 10 ഏക്കറിലധികം നമ്മൾ മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് കൊയ്തത്. ബാക്കിയുള്ള 3-4 ഏക്കർ നമ്മൾക്ക് NREG തൊഴിലാളികളെ ഇറക്കേണ്ടി വന്നു. ഒരേക്കറിൽ 20 കിൻഡൽ നെല്ല് ലഭ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. മികച്ച രീതിയിൽ കൃഷി ചെയ്തവർ 25 മുതൽ 30 കിൻഡൽ വരെ വിളവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. കിൻഡലിന് 2250 രൂപ നിരക്കിൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുന്ന നെല്ല് മെത്രാൻ ബ്രാൻഡ് എന്ന പേരിൽ വിപണിയിലെത്തിക്കുവാനാണ് പദ്ധതി. ന്യൂസ് 18 കോട്ടയം.